കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ശേഷം നാഷണൽ ടീമിലേക്ക് വന്ന് വേറെ ലെവൽ റേഞ്ചിലേക്ക് പോയ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ഡക്കൻ ആസോന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ്. പിന്നെ പോപ്ലാൻഡിക്കിന്റെ കാര്യം അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ ഇവാൻ കലൂഷ്നി, പുള്ളി വേറെ ലീഗ് പ്ലെയറാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ തന്നെ കലൂഷ്നി ഒരു ഒന്നൊന്നര പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇവാൻ കലൂഷ്നിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ ടീം റെപ്രസെൻറ്റേഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ മത്സരത്തിൽ തന്നെ നേഷൻ ലീഗിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ചെക്കൻ സ്വന്തമാക്കി പോക്കറ്റിലെടുത്തു. ആ ഒരു മത്സരത്തിൽ അബ്സല്യൂട്ട് പെർഫോമർ ഇവാൻ കലൂഷ്നി ആയിരുന്നു. 8.63 സംതിങ് ആയിരുന്നു പുള്ളിയുടെ റേറ്റിംഗ്. ബാക്കി ആർക്കും റേറ്റിംഗിൽ 8 ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അമ്മാതിരി പെർഫോമൻസും ഡോമിനേഷനും ഇവാൻ കലൂഷ്നി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിനിടയിൽ ഫിഫ റാങ്കിങ്ങിൽ 100-ൽ താഴെ സ്ഥാനമുള്ള ഇന്ത്യയുടെ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ ചെരുവിലായിട്ട് അറബിക്കടലിന്റെ തീരത്ത് കിടക്കുന്ന ഒരു ക്ലബിനെ കുറിച്ച് യൂറോപ്പിന്റെ യുവേഫ നേഷൻസ് ലീഗിൽ പ്രതിപാദിക്കണമെങ്കിൽ, അങ്ങനെ ഒരു മത്സരത്തിന്റെ കമന്ററിയിൽ പ്രതിപാദിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റേഞ്ച് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ആരാധക സമ്പത്തിന്റെ ബാഹുല്യം കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അറബിക്കടലിനോട് ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേ ചെരുവിൽ കിടക്കുന്ന ഒരു കുഞ്ഞൻ ക്ലബിനെ കുറിച്ച് യൂറോപ്പിലെ കമന്ററികളിൽ ആ പേര് മുഴങ്ങണമെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പം ഇവാൻ കലൂഷ്നിയിലൂടെ യൂറോപ്യൻ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രവണശുദ്ധിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് ഇടം പിടിച്ചിട്ടുണ്ട്. റഷ്യൻ ഇംഗ്ലീഷിലായിരുന്നു ആ ഒരു കമന്ററിയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം ഇവാൻ കലൂഷ്നിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞ് ആരാധകർ ഗാലറിയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്.